Hello dear learners, welcome back to Summary Spot. If you are new to this channel, welcome to Summary Spot. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീയിങ് എ ബെറ്റർ ട്രാവലർ, കൾച്ചറൽ അപ്രോപ്രിയേഷൻ vs കൾച്ചറൽ അപ്രീസിയേഷൻ ബൈ അബി. അപ്പോൾ അബി സിനാൻ ഈസ് എ റൈറ്റർ, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആൻഡ് അഡ്വക്കേറ്റ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പം ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരു റൈറ്ററാണ്, ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഒക്കെ പോലെ എന്നും നല്ല രീതിയിൽ ട്രാവൽ ചെയ്യണം, ട്രാവലിനൊക്കെ പറ്റി ഒരു വ്യക്തമായൊരു ധാരണയുള്ള ഒരാളാണ് അബി സിനാൻ. അപ്പോൾ നമുക്ക് നോക്കാം, ബീയിങ് എ ബെറ്റർ ട്രാവലർ എന്നാണ് അവളുടെ വർക്കിൻ്റെ പേര്. കൾച്ചറൽ അപ്രോപ്രിയേഷൻ vs കൾച്ചറൽ അപ്രിസിയേഷൻ. അപ്പോൾ ഇതിൽ കൾച്ചറൽ അപ്രോപ്രിയേഷൻ എന്താ, കൾച്ചറൽ അപ്രിസിയേഷൻ എന്താ എന്ന് നോക്കാനുണ്ടാവും ചാപ്റ്ററിൽ, അല്ലേ? അത് തമ്മിലുള്ളൊരു ഡിഫറൻസ്, അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ. സോ ഹൂ ഈസ് അബി സിനാൻ? Abhi Sinan is the creator of Speck on the Globe, a travel blog and platform where she shares her global adventures. അപ്പോൾ സ്പെക്ക് ഓൺ ദ ഗ്ലോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവൽ ബ്ലോഗ് ഉണ്ട് അബി സിനാന്. ഇൻ ദാറ്റ് ഷീ ഷെയർസ് ഹെർ ഗ്ലോബൽ അഡ്വെഞ്ചേഴ്സ് ആൻഡ് ഇൻസൈറ്റ്സ് ഓൺ റെസ്പോൺസിബിൾ ടൂറിസം അതിനെപ്പറ്റിയൊക്കെയാണ് അബി സിനാൻ സംസാരിക്കുന്നത്. 2013 മുതൽ അബി സിനാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അതിൽ വർക്ക് ചെയ്യുന്ന ട്രാവൽ റൈറ്റിങ്സ് ഒക്കെ 115 കൺട്രീസ് അവൾ പോയിട്ടുണ്ട്. പിന്നെ എത്തിക്കൽ ട്രാവൽ പ്രാക്ടീസ് പ്രൊമോട്ട് ചെയ്യാൻ അവളുടെ പ്ലാറ്റ്ഫോമുകളൊക്കെ യൂസ് ചെയ്യൽ. ആൻഡ് ഷീ ഫോക്കസ് ഓൺ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, എക്കോ ഫ്രണ്ട്ലി ടൂറിസം, മൈൻഡ്ഫുൾ എക്സ്പ്ലോറേഷൻ, ഇതൊക്കെ. അപ്പോൾ അവൾ ഫോക്കസ് ചെയ്യുന്നത് വൈൽഡ് ലൈഫിനെ കൺസർവ് ചെയ്യണം, ഒരു എക്കോ ഫ്രണ്ട്ലി ടൂറിസം ആവണം, നേച്ചറിനെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ആൻഡ് മൈൻഡ്ഫുൾ എക്സ്പ്ലോറേഷൻ, എൻകറേജിങ് ട്രാവലേഴ്സ് ടു റെഡ്യൂസ് ദെയർ കൾച്ചറൽ ഷോക്ക് വൈൽ എംബ്രേസിങ് ഒതൻറ്റിക് കൾച്ചറൽ കൾച്ചറൽ എക്സ്പീരിയൻസസ്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ പോകുമ്പം അവിടുത്തെ കൾച്ചർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ഒരു കൾച്ചറൽ ഷോക്കാക്കാതെ അതിനെ അഡാപ്റ്റ് ചെയ്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ വാല്യൂ മനസ്സിലാക്കുക, പ്രധാനമായിട്ടും അതാണ്. ഒരു കൾച്ചറിനെ നമ്മൾ കളിയാക്കുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ വെറുതെ ഒരു ഏരിയയിൽ നമ്മൾ പോയാൽ അവരുടെ സ്റ്റൈൽ ഓഫ് ഈറ്റിംഗ്, അവരുടെ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് ഒക്കെ വെറുതെ നമ്മൾ ചെയ്താൽ അതിൻ്റെ മീനിങ്, ഹിസ്റ്ററി, വാല്യൂ ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ ചെയ്താൽ അത് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്നൊക്കെയാണ് അബി സിനാൻ്റെ ഒരു കോൺസെപ്റ്റ്. സോ അബി സിനാൻ ഒരു ജേർണലിസ്റ്റാണ്, റൈറ്ററാണ്, ട്രാവലറാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ഷീ ഈസ് സസ്റ്റൈനബിൾ ട്രാവൽ എക്സ്പേർട്ട് അറ്റ് വാൻഡർഫുൾ, എ ഗ്ലോബൽ ട്രാവൽ കമ്മ്യൂണിറ്റി. ഒരു ഗ്ലോബൽ ട്രാവൽ കമ്മ്യൂണിറ്റിയാണ് വാൻഡർഫുൾ. അതിൽ സസ്റ്റൈനബിൾ ട്രാവൽ എക്സ്പേർട്ടാണ് അബി സിനാൻ. ആൻഡ് സെർവ്സ് ആസ് ദ കോണ്ടന്റ് കോ-ലീഡ്, ഇമ്പാക്ട് ട്രാവൽ അലയൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ കോണ്ടന്റ് കോ-ലീഡായിട്ടും അവൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ഡെഡിക്കേറ്റഡ് ടു എഡ്യൂക്കേറ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് റെസ്പോൺസിബിൾ ട്രാവലേഴ്സ്. അപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ട്രാവലേഴ്സ്. ഓക്കെ, വെറുതെ ഇങ്ങനെ സ്ഥലം പോയി കാണുക, കൾച്ചറിൽ നിന്നും വാല്യൂ കൊടുക്കാതെ അങ്ങനത്തെ ഒരു ട്രാവലിംഗ് അല്ല, റെസ്പോൺസിബിൾ ട്രാവലിംഗ്. ഓക്കെ, സോ ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കൾച്ചറൽ അപ്രോപ്രിയേഷൻ എന്താണ്, അപ്രിസിയേഷൻ എന്താണ്, ഇമ്മേർഷൻ എന്താണ് എന്നൊക്കെയാണ്. ആൻഡ് ഓൾ ദീസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ട്രാവൽ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇത് ഓരോന്ന് എന്താണെന്ന് ജസ്റ്റ് ആദ്യം പറയുന്നുണ്ട്. ഇപ്പോൾ കൾച്ചറൽ അപ്രോപ്രിയേഷൻ എന്തായിരിക്കും? കൾച്ചറൽ അപ്രോപ്രിയേഷനും അപ്രിസിയേഷനും ഇമ്മേർഷനും തമ്മിലുള്ള വ്യത്യാസം. കൾച്ചറൽ അപ്രോപ്രിയേഷൻ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയോ ഒക്കെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ കൾച്ചേഴ്സ് നമ്മൾ വെറുതെ അങ്ങ് എടുക്കുക, അവരുടെ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്, അവരുടെ കൾച്ചറൽ എലമെൻറ്റ്സ് നമ്മൾ വെറുതെ അഡോപ്റ്റ് ചെയ്യുക വിത്തൗട്ട് റെസ്പെക്റ്റിംഗ് ദം. ഓക്കെ, അതൊരു മിസ് റെപ്രസെൻറ്റേഷനായി പോകും, ശരിയായ രീതിയിലായിരിക്കില്ല അവരുടെ കൾച്ചർ അപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് കൾച്ചറൽ അപ്രോപ്രിയേഷൻ എന്ന് പറയാം. പക്ഷെ കൾച്ചറൽ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറിനെ പറ്റി പഠിച്ച് ഹിസ്റ്ററി മനസ്സിലാക്കി വാല്യൂ കൊടുത്തുകൊണ്ട് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പൺനെസ് ഉണ്ടാകുമ്പോഴാണ് അത് കൾച്ചറൽ അപ്രിസിയേഷൻ ആവുക. അപ്പോൾ എന്താ ഇമ്മേർഷൻ? ഒരു സാധനം ഇമ്മേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോവുക, അതിൽ മുക്കിയിടുക എന്നൊക്കെയാണ് ഇമ്മേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പം ഇമ്മേർഷൻ മീൻസ് ആ കൾച്ചറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അവരുടെ കൂടെ ജീവിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് കൾച്ചറൽ ഇമ്മേർഷൻ. അപ്പോൾ നമുക്കതിൻ്റെ ഇംഗ്ലീഷ് ഡെഫിനിഷൻസ് നോക്കാം. കൾച്ചറൽ അപ്രോപ്രിയേഷൻ, എ പെർവാസീവ് ഇഷ്യൂ ഇൻ ടൂറിസം. ടൂറിസത്തിലൊരു വലിയ ഇഷ്യൂ ആണ് ഈ കൾച്ചറൽ അപ്രോപ്രിയേഷൻ എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ടൂർ പോയാൽ, ഫോർ എക്സാമ്പിൾ കാശ്മീർ പോയി വിചാരിക്കുക, കാശ്മീരികളുടെ പോലെ ഡ്രസ്സ് ചെയ്ത് വെറുതെ അവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത്, പക്ഷെ നമുക്ക് കാശ്മീരിൻ്റെ ഹിസ്റ്ററി അറിയില്ല, അവരുടെ ക്ലോത്ത്സിൻ്റെ വാല്യൂ അറിയില്ല, അവരുടെ ഡ്രസ്സിൻ്റെ വാല്യൂസ് അറിയില്ല. അപ്പോൾ നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യാത്തതുപോലെയാണ്. നമ്മൾ ചിലപ്പോൾ ഇൻറ്റൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, വിചാരിച്ചിട്ടുണ്ടാവില്ല, ബട്ട് അത് നമ്മൾ കൈൻഡ് ഓഫ് ആ കൾച്ചറിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പോലെയാണ്. ഒരു എക്സാമ്പിൾ കേട്ടോ. അപ്പോൾ അങ്ങനത്തതിനാണ് കൾച്ചറൽ അപ്രോപ്രിയേഷൻ എന്ന് പറയാം. It occurs when a dominant group adopts cultural elements from a marginalized community. ഒരു ഡൊമിനൻ്റ് ഗ്രൂപ്പ് ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിൻ്റെ കൾച്ചറൽ എലമെൻറ്റ്സ്, ഡ്രസ്സിങ്ങോ ഫുഡോ എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ അത് അഡോപ്റ്റ് ചെയ്യുക വിത്തൗട്ട്
acknowledgement or respect, often leading to misrepresentation or exploitation. അപ്പോൾ അവർക്കൊരു റെസ്പെക്റ്റും കൊടുക്കാതെ ഇത് അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ അത് അവരുടെ വാല്യൂ പോവുകയാണ് അവരുടെ കൾച്ചറിൻ്റെ. ഓക്കെ, ഒരു എക്സ്പ്ലോയിറ്റേഷനോ മിസ്റെപ്രസെൻറ്റേഷനാണ് അവിടെ കൊടുക്കുന്നത് എന്ന് പറയാം. അപ്പോൾ അതാണ് കൾച്ചറൽ അപ്രോപ്രിയേഷൻ. ബട്ട് ഇൻ കോൺട്രാസ്റ്റ് കൾച്ചറൽ അപ്രിസിയേഷൻ എന്താ? ഇറ്റ് ഇൻവോൾവ്സ് ലേണിംഗ് അബൌട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടല്ലോ, ഇത് അപ്രിസിയേഷനിലാണ് വരിക. ഓക്കെ, കൾച്ചറൽ അപ്രിസിയേഷനെ പറ്റി നിങ്ങൾ എഴുതുമ്പം എന്തായാലും അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ വേർഡ് എഴുതണം. മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്, ലേണിങ്, ഇതൊക്കെ കൾച്ചറൽ അപ്രിസിയേഷനിലാണ് വരിക. കൾച്ചറൽ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കോലം കെട്ടുന്ന പോലെ ജസ്റ്റ് അഡോപ്റ്റിംഗ് മാത്രമാണ്, വിത്തൗട്ട് ഗിവിങ് ദ റെസ്പെക്റ്റ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ കൾച്ചറൽ അപ്രിസിയേഷനിൽ എന്തുണ്ട്? ലേണിംഗ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് വിത്ത് ഓപ്പൺനെസ് ആൻഡ് റെസ്പെക്റ്റ്. ഓക്കെ, അപ്പോൾ ഓപ്പൺനെസ്സും റെസ്പെക്റ്റോട് കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ഒരു കൾച്ചറിനെ പറ്റി ലേൺ ചെയ്യുകയും ചെയ്യുമ്പോഴാണത് കൾച്ചറൽ അപ്രിസിയേഷൻ ആവുക. നൗ ഇനി ഈ ടു എൻഗേജ് എത്തിക്കലി വിത്ത് കൾച്ചർ മോർ ഓവർ മനസ്സിലാക്കാൻ വേണ്ടി ട്രാവലേഴ്സ് എന്ത് ചെയ്യണം? ദേ ഷുഡ് ഇമ്മേഴ്സ് ദംസെൽവ്സ് ഇൻ ലോക്കൽ കസ്റ്റംസ്, അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് റിക്കഗ്നൈസ് ദെയർ പ്രിവിലേജ്. ഈ ലോക്കൽ കസ്റ്റത്തിൽ അവരെ ഇമ്മേഴ്സ് ചെയ്തിട്ട് അതിലിറങ്ങിയിട്ട് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കണം. ഇനി നമ്മൾ പറഞ്ഞു ഡൊമിനൻ്റ് ഗ്രൂപ്പ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ കുറച്ച് കൾച്ചേഴ്സ്. ഇപ്പോൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുടെയൊക്കെ അവരുടെ കൾച്ചറൊക്കെ നമുക്കൊരു പുതുമയായി തോന്നും. അപ്പം നമ്മളത് അഡോപ്റ്റ് ചെയ്യും. അതിൻ്റെ വാല്യൂ ഒക്കെ അറിയാതായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സിങ്ങോ എന്തെങ്കിലും കൾച്ചറിൻ്റെ എലമെൻറ്റ്സ് അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് കൾച്ചറൽ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞല്ലോ. ഇനി നേരെ തിരിച്ചാണ് അസിമിലേഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. അസിമിലേഷൻ എന്ന് വെച്ചാൽ ഡൊമിനൻ്റ് കൾച്ചറൽ നോംസ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി അഡോപ്റ്റ് ചെയ്യുക. ഒരു കൾച്ചറിൽ, ഒരു സൊസൈറ്റിയിൽ ഡൊമിനൻ്റ് ആയി നിൽക്കുന്ന കൾച്ചറൽ നോംസ്, ഓക്കെ, അത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവർ അഡോപ്റ്റ് ചെയ്യുക. അവരെന്തിനായിരിക്കണം അത് അഡോപ്റ്റ് ചെയ്യുന്നത്? ഡൊമിനൻ്റ് ആയതുകൊണ്ട് അവർക്ക് വേറെ ചോയ്സ് ഇല്ലാത്തത് കൊണ്ടാവണം, അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് നെസസിറ്റി, നോട്ട് ചോയ്സ്. സോ ദാറ്റ് ഈസ് എ പ്രോസസ് നോൺ ആസ് അസിമിലേഷൻ. അപ്പോൾ ആർട്ടിക്കിളിൽ ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്രോപ്രിയേഷൻ, അപ്രിസിയേഷൻ, അസിമിലേഷൻ, ഇമ്മേർഷൻ, ഇതിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ട്രാവലേഴ്സൊക്കെ, അപ്പം ഇത് സോൾവ് ചെയ്യാൻ, ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ട്രാവലേഴ്സ് എന്ത് ചെയ്യണം? അവരോട് തന്നെ സ്വയം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നൊക്കെയാണ് നമ്മളുടെ റൈറ്റർ പറയുന്നത്. ലൈക്ക് വെദർ ദേ ആർ റെസ്പെക്ടിങ് ദ കൾച്ചർ ഓർ കോൺട്രിബ്യൂട്ടിങ് ടു ഹാംഫുൾ സ്റ്റീരിയോടൈപ്പ്. കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഹാംഫുൾ സ്റ്റീരിയോടൈപ്പിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒരു കൾച്ചറൽ പ്രാക്ടീസിൽ അതിൽ പങ്കെടുക്കുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ഹിസ്റ്ററി ആൻഡ് സിഗ്നിഫിക്കൻസ് ഫസ്റ്റ്. പക്ഷെ അതിൻ്റെ ഇമ്പോർട്ടൻസും അതിനെപ്പറ്റിയൊക്കെ പഠിക്കണം. പിന്നെ റൈറ്റർ പറയുന്നുണ്ട്, നമ്മളൊരു സ്ഥലത്ത് പോകുന്നതിന് മുന്നേ അവിടുത്തെ കൾച്ചറിനെ പറ്റി ഒന്ന് മനസ്സിലാക്കി കുറച്ചൊന്ന് വായിച്ച് പഠിച്ചിട്ടെങ്കിലും പോവുക. ഓഫ് കോഴ്സ് അതുപോലെ നമ്മൾ വായിച്ചതുപോലെ ആയിരിക്കില്ല അവിടെ എത്തുമ്പം, ബട്ട് നമ്മൾക്കുള്ള ഒരു ഷോക്ക് റെഡ്യൂസ് ചെയ്യാം, നമുക്കൊരു നോളജ് ഉണ്ടാവും എന്താണ് ആ കൾച്ചർ, എന്താണ് അവിടുത്തെ ഹിസ്റ്ററി എന്നുള്ളതിനെ പറ്റി. ഓക്കെ, പുസ്തകത്തിൽ വായിച്ച പോലെ ആവണമെന്നില്ല നേരിട്ട് പോകുമ്പം, ബട്ട് അങ്ങനെ ഒരു സ്റ്റഡി നടത്തി അതിന് വാല്യൂ കൊടുത്ത് റെസ്പെക്റ്റ് കൊടുത്ത് കുറച്ച് ലേണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് നടത്തിയിട്ടാവണം നമ്മളൊരു ട്രാവൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആർട്ടിക്കിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. കുറച്ച് ട്രാവൽ ചെയ്ത കുറച്ച് സ്ഥലങ്ങളുടെ കുറച്ച് പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ട് കുറച്ച് ലോങ് ആണ്. നമുക്ക് സിമ്പിളായിട്ട് ആർട്ടിക്കിളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ ട്രാവലിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ട്രാവലിംഗ് ടു ന്യൂ പ്ലേസസ് ഗിവ്സ് എസ് എ ചാൻസ് ടു ലേൺ അബൌട്ട് കൾച്ചേഴ്സ് ആൻഡ് ട്രഡീഷൻസ്. ഓഫ് കോഴ്സ് നമ്മൾ എന്തിന് ട്രാവൽ ചെയ്യണം? ഒന്ന് എൻ്റർടൈൻമെൻറ്റിനാണ്. എൻ്റർടൈൻമെൻറ്റിന് നമ്മൾ വളരെ ദൂരമൊക്കെ പോകണമെന്നുണ്ടോ? ഇല്ല. പിന്നെ ആ സ്ഥലം കാണാൻ, അവിടുത്തെ കൾച്ചർ, ട്രഡീഷനൊക്കെ കാണാനൊക്കെ, അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് റീസൺസ് ട്രാവലിങ്ങിനുള്ള. ടു എക്സ്പീരിയൻസ് സംതിങ് ഡിഫറെൻറ്റ്, അവിടുത്തെ സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തന്നെ ട്രാവലിങ്ങിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ ഹൗ ടു ഡിഫൈൻ സം ഓഫ് ദീസ് ടേംസ് പറഞ്ഞിട്ട് ഈ ടേംസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്നാലേ ഈ ടോപ്പിക്ക് എന്തുകൊണ്ട് ഇത്രയും വാല്യൂ ഉള്ളതാണ്, വെറുതെ ട്രാവൽ ചെയ്യുന്നതിന് പകരം ഇതൊക്കെ ചിന്തിക്കണമല്ലോ എന്നുള്ളത് മനസ്സിലാവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വാട്ട് ഈസ് അപ്രിസിയേഷൻ, അപ്രോപ്രിയേഷൻ, ഇമ്മേർഷൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ചെറിയൊരു സമ്മറി ആയിട്ട് നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. എനിവേ നമുക്ക് ടെക്നിക്കൽ ഡെഫിനിഷൻസ് നോക്കാം. അപ്പോൾ കൾച്ചറൽ അപ്രോപ്രിയേഷൻ ഇസ് ദ unacknowledged or inappropriate adoption of customs, practices, ideas, etc. of one people or society by members of another and typically more dominated people or society. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ, ഒരു മൈനോറിറ്റി സൊസൈറ്റിയുടെ ഒക്കെ കസ്റ്റംസ് അഡോപ്റ്റ് ചെയ്യുക, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട്
അഡോപ്റ്റ് ചെയ്യുക ബൈ എ ഡൊമിനേറ്റഡ് പീപ്പിൾ, അല്ലെങ്കിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി. ഓക്കെ, ബേസിക്കലി അവിടെ തന്നെ ഒരു അൺബാലൻസ്ഡ് എക്സ്ചേഞ്ച് ആണുള്ളത്. ഇൻ മോസ്റ്റ് കേസസ് അപ്രോപ്രിയേഷൻ ഇസ് എ മിസ് റെപ്രസെൻറ്റേഷൻ. ആൻഡ് അധിക സമയത്തും ഇത് മറ്റൊരു കമ്മ്യൂണിറ്റി വേറൊരു കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ എലമെൻറ്റ്സ് എടുക്കുമ്പം അഡോപ്റ്റ് ചെയ്യുമ്പം അവിടെ മിസ് റെപ്രസെൻറ്റേഷൻ ആണ് സംഭവിക്കുക. ബിക്കോസ് അവിടെ ലേണിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും നടത്തിയിട്ടില്ല. ഈ രണ്ട് സാധനങ്ങൾ അപ്രിസിയേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക, അപ്രോപ്രിയേഷൻ അല്ല വേണ്ടത്, അപ്രിസിയേഷനെ കുറേ പുകഴ്ത്തി എഴുതുക. അപ്രിസിയേഷനാണ് നല്ലത്. അപ്രിഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുകഴ്ത്തുക എന്നാണ് അല്ലേ. അപ്പോൾ ഒരു കൾച്ചറിനെ ലേൺ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ഭാഗമാവാൻ. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോയി, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കാശ്മീർ പോവുകയാണെങ്കിൽ അവിടുത്തെ ഡ്രസ്സ് ഇടുമ്പം അതിൻ്റെ വാല്യൂ എന്താ, അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടിട്ടാൽ നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, സോ കൾച്ചറൽ അപ്രിസിയേഷൻ. സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ വി ആർ സ്ട്രൈവിങ് ഫോർ. അപ്പോൾ ഇതാണ് ആ ഒരു എന്താണെന്ന് അറിയാൻ കൂടുതൽ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഡെഫിനിഷൻ. Taking the time to learn about different cultures and their traditions, to become more open in understanding the truth about a culture and embracing them in a respectful manner. അപ്പം ടൈം എടുത്ത് പഠിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ ഒരു കൾച്ചറിനെ പറ്റിയുള്ള ട്രൂത്തൊക്കെ മനസ്സിലാക്കി റെസ്പെക്റ്റ്ഫുള്ളായിട്ട് അവരെ എംബ്രേസ് ചെയ്യുക എന്നുള്ളതാണ് കൾച്ചറൽ അപ്രിസിയേഷൻ. അതിനർത്ഥം എന്താ? ഇറ്റ് മീൻസ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് വാട്ട് വി ആർ വിയറിംഗ് ഓർ participating in. Now, cultural immersion എന്താ? This goes hand in hand with appreciating culture and tradition. കൾച്ചറിനെയും ട്രഡീഷനെയും ഒരുമിച്ച് അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊരു സാധനമാണ് കൾച്ചറൽ ഇമ്മേർഷൻ. The act of surrounding yourself with the culture of a place, integrating with the community and interacting with local people. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇമ്മേർഷൻ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് മുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളെ ആ ഒരു കൾച്ചറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുക. Okay, so we are surrounding ourselves and integrating with the community, interacting with local people. അപ്പോൾ ഇതാണ് ഈ കൾച്ചറൽ ഇമ്മേർഷനെ പറ്റി ചോദിച്ചാൽ ഇതിനെപ്പറ്റി നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ്, സറൗണ്ടിങ്, ഇൻട്രാക്റ്റിംഗ് ഈ വേർഡ്സ് ഒക്കെ വരണം. അപ്രിസിയേഷന് ലേണിംഗ്, അണ്ടർസ്റ്റാൻഡിങ് ആ രണ്ട് വേർഡ്സ് മറക്കരുത്. ഓക്കെ, കൾച്ചറൽ അപ്രോപ്രിയേഷൻ ആണെങ്കിൽ ജസ്റ്റ് അഡോപ്റ്റിംഗ് കൾച്ചേഴ്സ് ബൈ ഡൊമിനൻറ്റ് പീപ്പിൾ, പിന്നെ അവിടെ മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും എന്നൊക്കെ. നൗ ആസ് ദ ടഫ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പം പറയാണ് ഇമ്മേർഷനും അപ്രോപ്രിയേഷനും ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഒന്നായി തോന്നിയേക്കാം. അപ്പോൾ നമ്മളോട് തന്നെ ട്രാവലേഴ്സ് സ്വയം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. എന്താണത്? ഹൂ ഡസ് ദിസ് ബിലോങ് ടു? ശരിക്കും ഈ കൾച്ചർ ആരുടേതാണ്? ആർ ദേ ഒപ്രസ്ഡ്? അവർ ഒപ്രസ്ഡ് ആണോ? ആം ഐ ബെനിഫിറ്റിംഗ് ഫ്രം ദിസ് ഇൻ സം വേ? അതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമ്മൾ എടുക്കുന്നുണ്ടോ? ആം ഐ മേക്കിംഗ് ദോസ് ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് കൾച്ചർ അൺകംഫർട്ടബിൾ? ആ ഒരു കൾച്ചറിലുള്ള ആ ഒരു സൊസൈറ്റിയിൽ ആരെങ്കിലും നമ്മൾ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ടോ? ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് ചോദിക്കണം. ക്യാൻ ഐ വിയർ ആൻഡ് യൂസ് സിമ്പിൾസ് ഔട്ട്സൈഡ് ഓഫ് മൈ ഓൺ കൾച്ചർ? എൻ്റെ കൾച്ചറിന് പുറത്തുള്ള സിമ്പിൾസ് ഞാൻ ഇടാനോ യൂസ് ചെയ്യാനോ പറ്റുമോ? ഇതൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ അധികം യെസ് ആയിരിക്കും, ബട്ട് ലൈൻ ക്യാൻ ബി ബ്ലറി. അപ്പം നമ്മൾക്ക് അത്ര കൺഫേംഡ് ആയിരിക്കില്ല. അപ്പോൾ ത്രൂ ഔട്ട് മൈ ട്രാവൽ ഐ ഹവ് അക്വയർഡ് എ ലോട്ട് ഓഫ് ജ്വല്ലറി, ക്ലോത്തിങ്, ഇക്കണോഗ്രഫി. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായത് നമ്മൾ വെറുതെ വാങ്ങും. പക്ഷെ ചിലപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് അറിയുന്നുണ്ടാവില്ല, പല സോവനീസൊക്കെ വാങ്ങുന്നത് പോലെ. ബട്ട് മൈൻഡ്ഫുൾ ആയിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് വേണം ആ പീസസ് ഒക്കെ കളക്ട് ചെയ്യാൻ. സോ ക്യാൻ യു ടേക്ക് കൾച്ചർ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്? കോണ്ടെക്സ്റ്റിൽ നിന്നും കൾച്ചറിനെ പുറത്തെടുക്കാൻ പറ്റുന്ന അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ യെസ് ആയിരിക്കുമെന്ന് അഭിസിനാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ, അതിൽ നിന്ന് അവിടുത്തെ കൾച്ചറിനെ മാത്രം പുറത്തെടുക്കാൻ പറ്റുമെന്ന് പറ്റും. ബിക്കോസ് ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടാവുക. So we all make mistake, we are all learning. Often we mean well, but we may not be fully aware that our actions are negative. നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല നമ്മളെ ആക്ഷൻസ് നെഗറ്റീവ് ആണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായാൽ അപ്പോളജൈസ് ദം, ടേക്ക് ദ സ്റ്റെപ്സ് ടു മേക്ക് എ കറക്ഷൻ ആൻഡ് മൂവ് ഫോർവേഡ്. പിന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ആർ യു ഇൻവൈറ്റഡ്? നമ്മളെ ഇൻവൈറ്റ് ചെയ്തതാണോ? ഇൻവൈറ്റ് ചെയ്തതാണെങ്കിൽ ഓക്കെ, ഗസ്റ്റൊക്കെ ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെ, അത് നമുക്ക് ഒബ്സർവ് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് ഇൻവൈറ്റ് ചെയ്താകുമ്പോൾ നമ്മൾ റെസ്പെക്റ്റ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, ഒഫെൻഡ് ഒന്നും ചെയ്യാതെ. അപ്പോൾ ഇതാണ് ട്രാവലേഴ്സിനോട് ചോദിക്കാൻ പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. എന്തൊക്കെ? ഹൂ ഡസ് ദിസ് ബിലോങ് ടു ആൻഡ് ആർ ദേ ഒപ്രസ്ഡ്? ഈ കൾച്ചർ ആരുടേതാണ്? അവർ ഒപ്രസ്ഡ് ആണോ? ഞാൻ ഇതിൽ നിന്നും എന്തെങ്കിലും ബെനിഫിറ്റ് എടുക്കുന്നുണ്ടോ? ആം ഐ ബെനിഫിറ്റഡ് ഫ്രം ദിസ് ഇൻ സം വേ? ആം ഐ മേക്കിംഗ് ദോസ് ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് കൾച്ചർ അൺകംഫർട്ടബിൾ? അവരെ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ടോ? ക്യാൻ ഐ വിയർ ആൻഡ് യൂസ് സിമ്പിൾസ് ഔട്ട്സൈഡ് ഓഫ് മൈ ഓൺ കൾച്ചർ? എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ക്യാൻ യു ടേക്ക് കൾച്ചർ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്? കൾച്ചറിനെ മാറ്റി നിർത്താൻ പറ്റുന്നുണ്ടോ? ആൻഡ് ആർ യു ഇൻവൈറ്റഡ്? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ട്രാവലർ സ്വയം ചോദിക്കണം എന്ന് പറയുകയാണ്. നൗ ഇഷ്യൂസ് വിത്ത് അപ്രോപ്രിയേഷൻ എന്താണെന്ന് പറയുന്നുണ്ട് ഇനി. അപ്പോൾ ഒരു മാർജിനലൈസ് കമ്മ്യൂണിറ്റീൻ്റെ ഒരു കൾച്ചർ
ഡൊമിനൻ്റ് ഗ്രൂപ്പ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സൈക്കിൾ ഓഫ് അബ്യൂസ്, ആ ഒരു മാർജിനലൈസേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അവർ സ്റ്റിൽ അബ്യൂസ്ഡ് ആണ് അല്ലേ. അവരോടൊരു പെർമിഷനോ ആ മാർജിനലൈസ് കമ്മ്യൂണിറ്റിക്ക് ഒരു റെസ്പെക്റ്റ് ഒന്നും കൊടുക്കാതെ അവരുടെ കൾച്ചറൊക്കെ എടുത്ത് ഇങ്ങനെ അഡോപ്റ്റ് ചെയ്ത് ഇങ്ങനെ അനുകരിക്കുക. ഓക്കെ, നമ്മളൊരു സ്ഥലം വിസിറ്റ് ചെയ്യുമ്പം വെൻ യു ആർ വിസിറ്റിംഗ് യു ആർ ഇൻ സം വൺ എൽസ് പ്ലേസ് ആൻഡ് ദ റൂൾസ് ദാറ്റ് അപ്ലൈ അറ്റ് ഹോം ഡോണ്ട് ഓൾവേസ് അപ്ലൈ ദർ. അപ്പം നമ്മളെ വീട്ടിലെ റൂൾസ് ആവണമെന്നില്ല മറ്റ് സ്ഥലങ്ങളിലെ റൂൾസ്, നമുക്ക് ചിലപ്പോൾ ഓക്വേർഡായി തോന്നാം. സോ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് കസ്റ്റംസ് പ്രാക്ടീസൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിൻ്റെത് ഒരു ഡൊമിനൻറ്റ് സൊസൈറ്റി എടുക്കുന്നത്, അതാണ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പം അപ്രോപ്രിയേഷൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിനോട് വീണ്ടും ചെയ്യുന്ന ഒരു അബ്യൂസ്, ഒരു ഡിസ്റെസ്പെക്റ്റ്, മിസ്റെപ്രസെൻറ്റേഷൻ, അതൊക്കെയാണ് അപ്രോപ്രിയേഷൻ്റെ ഇഷ്യൂസ്. അത്രേ ഉള്ളൂ. ദെൻ ഇനി അപ്രിഷ്യേറ്റ് ചെയ്യുക എങ്ങനെയാണ്? എൻഗേജ് വിത്ത് ദ കൾച്ചർ ആസ് റെസ്പെക്റ്റ്ഫുള്ളി ആൻഡ് ഹംബ്ലി ആസ് പോസിബിൾ. എത്രയും റെസ്പെക്റ്റ്ഫുള്ളും ഹംബിളുമായിട്ട് ഒരു കൾച്ചറിൽ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ എഡ്യൂക്കേറ്റ് മൈസെൽഫ്, നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ബിഫോർ ഗോയിങ് ടു എ ന്യൂ ലൊക്കേഷൻ, ഞാൻ പറഞ്ഞു നമ്മൾ യാത്ര പോകുന്നതിന് മുന്നേ തന്നെ അതിനെപ്പറ്റി പഠിച്ച് നമ്മളെ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്ത് പിന്നെ അവിടെ എത്തിയിട്ട് അതിന് അത്രയും റെസ്പെക്റ്റും ഒക്കെ കൊടുത്തിട്ടാവണം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ കസ്റ്റംസ് ആയിരിക്കുമല്ലോ ചിലപ്പോൾ അവരുടെ കസ്റ്റംസ്, ബട്ട് യു ഹാവ് ടു റെസ്പെക്ട് ദെയേഴ്സ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഇങ്ങനെ പറയുന്നുണ്ട്. ഹാലോവിൻ ഡേക്ക് ഡ്രസ്സ് ചെയ്യുന്നത്, പിന്നെ ചില ഫെസ്റ്റിവൽസിന് ഡ്രസ്സ് ചെയ്യുന്നത്, അതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ ആസ് ട്രാവലേഴ്സ് വി നീഡ് ടു റിമെമ്പർ ദാറ്റ് അഡ്മിറേഷൻ ഇസ് ഓൾവേസ് അപ്രിസിയേഷൻ. നമ്മൾ ചിലപ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ കൾച്ചർ നമ്മളിങ്ങനെ അഡ്മയർ ചെയ്യും. നമ്മളിങ്ങനെ ആശ്ചര്യപ്പെട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒരു സംഭവമാണല്ലോ നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് അതൊന്നും അപ്രിസിയേഷനിൽ പെടണമെന്നില്ല. ഓക്കെ, അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതിനെ റെസ്പെക്ട് ചെയ്യുന്നത് തന്നെയാണ് അപ്രിസിയേഷൻ. ജസ്റ്റ് അഡ്മിറേഷൻ അപ്രിസിയേഷൻ ആവണം എന്നില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം. ജസ്റ്റ് ബിക്കോസ് യു തിങ്ക് സംതിങ് ഇസ് ബ്യൂട്ടിഫുൾ ആൻഡ് യുണീക്ക് ഡസൻറ്റ് മീൻ യു ക്യാൻ മിമിക് ഇറ്റ്. ഒരു സാധനം നമുക്ക് ബ്യൂട്ടിഫുള്ളായി യുണീക്കായി തോന്നിയെന്ന് വിചാരിച്ച് നമുക്ക് അതുപോലെ അങ്ങ് ഡ്രസ്സ് ചെയ്യാനോ അത് യൂസ് ചെയ്യാനോ പറ്റും എന്നൊന്നുമില്ല. ഓക്കെ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾ കാശ്മീരിൽ പോയാൽ കാശ്മീരുകാർ പോലെ ഡ്രസ്സ് ചെയ്യുന്നത് അത് നമുക്കത് ചിലപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ തോന്നാം. പക്ഷേ അത് അതൊരു കോലം കിട്ടുന്ന രീതിയിൽ നമ്മളത് വെറുതെ ഡ്രസ്സ് ചെയ്ത് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ അതിലർത്ഥമില്ല. ദാറ്റ് ഇസ് ആക്ച്വലി കൾച്ചറൽ അപ്രോപ്രിയേഷൻ. ഓക്കെ, സോ ദെൻ യു ക്യാൻ ഹാവ് എ റിവേഴ്സ് അപ്രോപ്രിയേഷൻ. അപ്പോൾ അപ്രോപ്രിയേഷൻ്റെ തിരിച്ച് ഒന്ന് നടക്കാൻ പറ്റുമോ? റിവേഴ്സ് അപ്രോപ്രിയേഷൻ മീൻസ് എന്തായിരിക്കും? ഇപ്പം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിൻ്റെ സാധനങ്ങൾ, കൾച്ചറൽ എലമെൻറ്റ്സ് ഒക്കെ ഡൊമിനൻറ്റ് പീപ്പിൾ എടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നേരെ തിരിച്ച് ഒരു റിവേഴ്സ് അപ്രോപ്രിയേഷൻ, ഡൊമിനൻറ്റ് പീപ്പിളിൻ്റെതൊക്കെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി എടുക്കുക, അവരുടെ കൾച്ചേഴ്സ്, അത് അങ്ങനെ നടക്കുക. ദ ആൻസർ ഇസ് അൺഡിസ്പ്യൂട്ടഡ്ലി നോ. നോ എന്നായിരിക്കും ആൻസർ. ഇൻ നോ വി ആർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് അപ്രോപ്രിയേറ്റിംഗ് വൈറ്റ് കൾച്ചർ. മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി ഒന്നും അങ്ങനെ വൈറ്റ് കൾച്ചറോ അല്ലെങ്കിൽ ഹൈ ഓർഡർ കൾച്ചറോ ഒന്നും അങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ നോക്കില്ല. They are trying to fit into societal norms that have been shaped over centuries of oppressing others. അപ്പോൾ മറ്റുള്ളവർ ഒപ്രസ് ചെയ്തിട്ട് ആ പൊങ്ങി വരുന്ന ആ സൊസൈറ്റൽ നോംസിൽ അതിലേക്ക് എങ്ങനെയെങ്കിലും ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി ശ്രമിക്കുന്നത്. ഓക്കെ, സോ അവർ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയാലേ ഉള്ളൂ. They are forced to do this not because they want to, but because it is out of necessity. Necessity to be taken seriously or not to be placed into a stereotype. അപ്പോൾ നെസസിറ്റിയാണ്, അവർ നിർബന്ധിതരാവുകയാണ്. ഇനി അടുത്ത് കൾച്ചർ ഇസ് നോട്ട് എ കോസ്റ്റ്യൂം. അപ്പോൾ കൾച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കോസ്റ്റ്യൂം മാത്രമല്ല. നമ്മളൊരു സ്ഥലത്ത് പോയി അവരുടെ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നിന്നു വിചാരിച്ച് അവരെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എന്നാവുന്നില്ല. ആ കൾച്ചറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എന്നാവുന്നില്ല. കൾച്ചർ ഇസ് നോട്ട് ദാറ്റ് കോസ്റ്റ്യൂം. ഇറ്റ് ഇസ് നോട്ട് എ കോസ്റ്റ്യൂം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡ്രസ്സിങ് മാത്രമല്ല, ആഫ്രിക്കൻ ഹെയർ സ്റ്റൈൽ ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ആഫ്രിക്കൻ ഹെയർ സ്റ്റൈലിൽ നമ്മൾ നടക്കുമ്പം അതൊരു കൾച്ചറൽ പ്ലേജറിസം ആണ്. എന്താ പ്ലേജറിസം? പ്ലേജറിസം എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കോപ്പിയിങ് ആണ്. അപ്പോൾ അത് ആ കൾച്ചറിനെ കോപ്പി ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ എത്തിക്കൽ സസ്റ്റൈനബിൾ ട്രാവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിസണിങ് ആണ്. കേൾക്കുക, ലിസണിങ്, അണ്ടർസ്റ്റാൻഡിങ്, ഇൻക്രീസിങ് യുവർ നോളജ്. ഓക്കെ, എങ്ങനെയാണ് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ ഒരു ഇമ്പോർട്ടൻറ്റ് ടേക്ക് അവേ ആയിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് കൊളാബറേറ്റ് വിത്ത് പീപ്പിൾ ഫ്രം ദീസ് കൾച്ചേഴ്സ്. അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് അങ്ങനെ അവരെ പറ്റി ലിസൺ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം ആ ഒരു കൾച്ചറിന് എന്തെങ്കിലും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവരുടെ ഒരു പാർട്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഫ് യു വോണ്ട് ടു റിയലി അപ്രിഷിയേറ്റ് സംതിങ് ഓർ സം വൺ പുട്ട് യുവർ ഡോളേഴ്സ് ടുവേർഡ്സ് ഇറ്റ്. ഓക്കെ, നമുക്ക് ആരെങ്കിലും അപ്രിഷിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്ന് പറയുകയാണ്. ബൈ ഫെയർ ട്രേഡ് വെൻ ഓൺ വെക്കേഷൻ, സപ്പോർട്ട് ലോക്കൽ ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളെ പൈസ, നമ്മളെ ഡോളേഴ്സ് കൊടുക്കുക എന്ന് പറയുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യുക, ലോക്കൽ ആർട്ടിസ്റ്റുകളെ. ഓക്കെ, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് പൈസ കൊടുക്കുക, സാധനങ്ങൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുക. ഡു എ ലിറ്റിൽ ഡിഗിങ്. അപ്പോൾ ഹിസ്റ്ററിയിലേക്ക് കുറച്ച് ഡിഗിങ് എന്ന് പറഞ്ഞാൽ എന്താ, കുഴിച്ച് നോക്കുക. അപ്പോൾ ഹിസ്റ്ററിയിലേക്ക് കുറച്ച് നോക്കുക, കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഡോണ്ട് പെർപെച്വേറ്റ് സ്റ്റീരിയോ ടൈപ്സ്.
ഡോണ്ട് പെർപെച്വേറ്റ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ ടൈപ്പിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യരുത്. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വലിയൊരു സംഭവം ഒരു ഓവർ സിംപ്ലിഫൈ ചെയ്യുന്നതിനൊക്കെയാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പം സ്റ്റീരിയോ ടൈപ്പ് ചെയ്യരുത് എന്ന് പറയുകയാണ്. കൾച്ചർ എന്നൊക്കെ പറയുന്നത് ഇറ്റ് കനോട്ട് ബി സ്റ്റീരിയോ ടൈപ്ഡ്. ദെൻ അടുത്തത് ഏതാ, ലേൺ എ ലിറ്റിൽ അബൌട്ട് യുവർ ഓൺ ഹെറിറ്റേജ്. എ കൾച്ചറൽ എക്സ്ചേഞ്ച് ഇസ് വേ മോർ ഫൺ ദാൻ ടേക്കിംഗ് ഇറ്റ് ഓവർ. അപ്പോൾ നമ്മളുടെ സ്വന്തം ഹെറിറ്റേജിനെ പറ്റിയും കുറച്ചും കൂടി കൂടുതൽ പഠിക്കുക. ഓക്കെ, ദെൻ മിനിമൈസ് യുവർ ഇമ്പാക്റ്റ്, ഡു യുവർ റിസർച്ച് ആൻഡ് ബി മൈൻഡ്ഫുൾ. നമ്മളെ ഇമ്പാക്റ്റ് കുറച്ച് കുറക്കുക, കാമായിട്ട് ലിസൺ ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഒരു റിസർച്ച് ചെയ്യുക, ബി മൈൻഡ്ഫുൾ, ചിന്തിച്ചിട്ട് ചെയ്യുക. ഓക്കെ, മൈൻഡ് അതിന് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വേണം ട്രാവലിംഗ് ചെയ്യാൻ. അതാണ് എത്തിക്കൽ ട്രാവലിംഗ്, സസ്റ്റൈനബിൾ ട്രാവലിംഗ് എന്നൊക്കെയാണ് അബിസിനാന് പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ്, ടൈറ്റിൽ പറഞ്ഞ പോലെ കൾച്ചറൽ അപ്രിസിയേഷൻ എന്താ, അപ്രോപ്രിയേഷൻ എന്താണ്, ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ആ 2 കാര്യങ്ങൾ എന്താണ് ക്ലിയർ ആക്കണം. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കുറച്ച് കൾച്ചറൽ അപ്രോപ്രിയേഷന് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞില്ല. അപ്പോൾ അത് നല്ലതല്ല അല്ലേ, കൾച്ചറൽ അപ്രോപ്രിയേഷൻ നല്ലതല്ല, അപ്രിസിയേഷനാണ് വേണ്ടത്. പിന്നെ ഇമ്മേഷന്, അസിമിലേഷന്, ആ ടേംസൊക്കെ. പിന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ട്രാവലേഴ്സിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്. വി ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അവർ സെൽഫ്സ്. ആ ഡെഫിനേഷൻസ് ഒക്കെ നോക്കണം കേട്ടോ, അപ്രോപ്രിയേഷൻ്റെ ഒക്കെ. പിന്നെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, സോ കൾച്ചർ ഇസ് നോട്ട് എ കോസ്റ്റ്യൂം. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.